ഹായ് ഗൈസ്, അപ്പോൾ ഞാനും എൻ്റെ ചെറിയ മോളും കൂടിയും ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ കുളത്തിലേക്ക് കുളിക്കാൻ പോവാണ് കേട്ടോ. മോള് ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ പുറപ്പെട്ടു. ഇത് ഞങ്ങളെ എൻ്റെ മോള് പഠിക്കുന്ന മദ്രസയാണ്. ഇവിടുന്ന് നേരെ കുറച്ച് തൊട്ടടുത്ത് തന്നെ കേട്ടോ, വീടിൻ്റെ തൊട്ടടുത്താണ് കുളമുള്ളത്. എടിയൂർ കുളം എന്നറിയും. ഞങ്ങളിങ്ങനെ പോവാണ്. മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുളത്തിൽ പോകണം. നീന്താനൊന്നും കാര്യമായിട്ട് അറിയില്ല, ചെറിയ കുട്ടിയല്ലേ, പേടിയില്ല ആൾക്ക് നീന്താനൊന്നും. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി അങ്ങാടിയിലെത്തിയിരിക്കണം. നിങ്ങളെ നാട്ടിലെ അങ്ങാടിയാണിത്. ഇവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞ് കുറച്ചാണ് പോയി മുന്നോട്ട് പോകുമ്പോഴാണ് കുളമുള്ളത് കേട്ടോ. അപ്പോൾ കുളമൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൂ. കുളത്തിലാകെ ചണ്ടിയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുളം എത്തി. ഇത്ര പെട്ടെന്ന് കുളത്തോട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. ഈ കാണുന്നതാണ് കുളം. ഈ ഭാഗം ഇപ്പോൾ കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞാടിയിട്ട് PWD കെട്ടിയതാണ്. കുറച്ചങ്ങോട്ട് കുളത്തേക്ക് ഇറക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ റോഡ് സൈഡൊക്കെ കുറച്ച് കൂടുതൽ പാർക്കിംഗ് ഏരിയക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല ഈ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് കുളം തന്നെ കുറച്ച് ഭാഗം ചുരുങ്ങുകയൊക്കെ ചെയ്തു. 1 ഹെക്ടറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുളമാണ്. ഇപ്പോൾ അത്ര തന്നെ ഉണ്ടാവില്ല, ഇപ്പോൾ കുറച്ച് കമ്മി ഉണ്ടാവും. കാരണം കുറച്ചും കൂടെ ഇറക്കി കിട്ടിയില്ലേ. ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മോളെയും കൊണ്ട് കുളത്തേക്ക് ഇറങ്ങാൻ ആണ്. ഏതായാലും മോളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുളത്തിൽ നീന്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് പിടിക്കൊന്നും വേണ്ട, എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ കുറച്ചൊക്കെ പിടിച്ചു നീന്തി. തീർച്ചയായിട്ടുള്ളതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. കുളത്തിലൊക്കെ ധാരാളം ആളുകളൊക്കെ ഉണ്ടാവും. ഇന്ന് ആളെന്തായാലും വളരെ കുറവാട്ടോ. ആളെ കാണല്ല, ഞായറാഴ്ച ആയിട്ട്. ഈ നേരൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചൊക്കെ ആളുണ്ടാവുന്നുണ്ട്. സാധാരണ ഇപ്പോൾ കുളം നേരാക്കിയതിന് ശേഷം ഇപ്പോൾ ആളുകൾ ഉണ്ടാവില്ല. കുളം ഒരുപാടായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് ആകെ മോശമായി കിടക്കും. ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ആളുകളത് നേരാക്കിയത്. അതിനുശേഷം ഇപ്പോൾ ഉഷാറാണ്. അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇതാണ് സംഭവം. ഞങ്ങൾ നാട്ടിൽ കുളം നേരാക്കുന്നതാണ്. ആളുകളെല്ലാവരും കൂടിയിട്ട് സാമൂഹ്യ പ്രവർത്തകരൊക്കെ കൂടിയിട്ട് ചണ്ടി വലിച്ച് കയറ്റാൻ ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല വേനൽക്കാലത്ത് JCB ഒക്കെ ഇറങ്ങി മണ്ണ് കോരിയെടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായി. കുറേ പ്രയാസപ്പെട്ടു. 2-3 തവണയായിട്ട് ആളുകൾക്ക് കുടിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിറച്ച് ചണ്ടിയേക്കാരം. അപ്പോൾ അതിന് പഞ്ചായത്ത് കുറച്ച് ഗ്രാസ് കാർപ്പ് കുഞ്ഞുങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പോൾ കുളത്തിൽ. അവറ്റങ്ങൾ നല്ല ചണ്ടിയൊക്കെ തിന്നുകൊണ്ടേ. അപ്പം അത് അതിലേക്ക് ഇടക്കിടക്ക് ആളുകൾ പുല്ലിട്ട് കൊടുക്കും. അപ്പോൾ നല്ല സൈസായിരിക്കണം. ഇപ്പോൾ ആ ഗ്രാസ് കാർക്ക് കുഞ്ഞുങ്ങളെങ്ങനെയൊക്കെ കാണുന്നത്, കുഞ്ഞുങ്ങളല്ല, കുറച്ച് വലുതായിരിക്കണം. അപ്പോൾ ആളുകൾ അതിനൊക്കെ ലേസ്, അതുപോലെ തന്നെ പുല്ല്, അങ്ങനെയുള്ള തീറ്റകളൊക്കെ കൊടുന്നിട്ട് കൊടുക്കാറുണ്ട്. ഈ മീനുകൾ ഉണ്ടാവുകൊണ്ടാണ് ഇപ്പോൾ അടിയിൽ നിന്ന് വരുന്ന ചണ്ടി നിറയാത്തത്. കാരണം മേലേക്ക് വരുമ്പോൾ തന്നെ ഇറ്റങ്ങൾ തിന്ന് തീർക്കും. അതുകൊണ്ട് ചണ്ടിയൊന്നുമില്ല ഇപ്പോൾ കാര്യമായിട്ട്. ചണ്ടിയൊന്നും പൊന്തുന്നില്ല. നല്ല ക്ലീനായിട്ട് കുളം സംരക്ഷിച്ച് പോരുന്നുണ്ട്. പിന്നെ നാട്ടിൽ പിന്നെ ഒടുങ്ങാട്ടുകുളം ശുചീകരണ കൂട്ടായ്മ എന്നിട്ടൊരു കൂട്ടായ്മ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അവരിത് ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് കുളത്തിൻ്റെ 4 ഭാഗം ക്ലീൻ ചെയ്യും. ആളുകൾ വൃത്തിഹീനമായിട്ടുള്ള കുപ്പി, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പേപ്പറുകൾ, ഇതൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മോളും ഞാനും കൂടി വന്നിട്ട് തൊട്ടടുത്തുള്ളൊരു കട ഉണ്ട്, അതിൽ വന്നിട്ട് കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ട്, അതൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ച്. മോൾക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് അരി നെല്ലിക്കും 2 വലിയ നെല്ലിക്കൊക്കെ മേടിച്ചിട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് തിന്ന് നേരെ ഞങ്ങൾ പോരാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.